മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിന്റെ കാരണം ഇനിയും കണ്ടെത്താനായിട്ടില്ല. ദുരന്തഭൂമിയിൽ ഇന്ന് നടത്തിയ പരിശോധനയിൽ വീണ്ടും ശരീരഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. 37 പേർ അപകട സ്ഥലത്തുണ്ടായിരുന്നു എന്നാണ് പോലീസിന്റെ പുതിയ കണ്ടെത്തൽ. കടാവർ നായ്ക്കളെ ഉപയോഗിച്ച് നടത്തിയ തിരച്ചിലിന് പുറമെ 100 കണക്കിന് പോലീസുകാർ ഒരേ സമയം പാടശേഖരത്ത് പരിശോധന നടത്തുകയാണ്. സ്ഥലത്തുനിന്നും സ്ഫോടക വസ്തുക്കൾ നീക്കം ചെയ്യുകയും ചെയ്തു. ഇന്ന് വൈകുന്നേരത്തോട് എല്ലാ നമ്മുടെ ഇവിടുത്തെ ബേസിക് പരിശോധന കംപ്ലീറ്റ് ആവും. അതിൻ്റെ കൂടെ തന്നെ സാമ്പിളിംഗ് എടുക്കുന്ന കാര്യങ്ങൾ, പിന്നെ എക്സ്പ്ലോസീവ്സ് ഇവിടെ മൂവ് ചെയ്യുന്ന കാര്യങ്ങൾ ഇന്ന് ഉച്ചയ്ക്കത്തോടെ കംപ്ലീറ്റ് ആവുന്ന ഒരു സാധ്യത ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഏകദേശം ഒരു 200 to 300 kilograms ഓഫ് എക്സ്പ്ലോസീവ് ഇപ്പോഴും ഇവിടെ ഉണ്ട്. അതെല്ലാം വെയിറ്റ് എടുത്തിട്ട് നമുക്ക് മാക്സിനിൽ സൂക്ഷിച്ചിട്ട് മാജിസ്ട്രേറ്റിൻ്റെ പെർമിഷൻ എടുത്തിട്ട് ലീഗലി ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. ബാക്കി എക്സാക്റ്റ് ക്വാണ്ടിറ്റി ഇവിടെ എത്രയാണ് അത് ഇതുവരെ നമുക്ക് കെമിക്കൽ അനാലിസിസും സയൻറ്റിഫിക് എക്സ്പെർട്ടിൻ്റെ റിപ്പോർട്ട് വന്ന ശേഷം മാത്രം മനസ്സിലാവും ഇവിടെ എത്ര ക്വാണ്ടിറ്റി ഓഫ് എക്സ്പ്ലോസീവ്സ് എക്സ്പ്ലോഷൻ മുമ്പ് ഉണ്ടായിരുന്നു. അർജുൻ മട്ടന്നൂർ വിവരങ്ങളുമായി. അർജുൻ, ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണോ? വീണ്ടും ശരീരഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്നവരുടെ എണ്ണം പല സമയങ്ങളിലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 37 പേർ എന്ന് കരുതുന്നു. എന്താണ് അറിയാനാകുന്നത് അർജുൻ? സ്മൃതി, ഇപ്പോൾ പരിശോധന പൂർത്തിയായിട്ടുണ്ട്. രാവിലെ കടാവർ നായകളെ അടക്കം ഉപയോഗിച്ചുകൊണ്ട് ഈ മേഖലയിൽ ആകെ തിരച്ചിൽ നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ 200-ലധികം പോലീസുകാരെ ഒരേ സമയം ഈ പാടശേഖരത്തിൽ ഉടനീളം അവരെ വിന്യസിച്ചുകൊണ്ട് വലിയ തോതിലുള്ള പരിശോധന നടത്തിയിരുന്നു. അതിൽ നിരവധി മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയും അത് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ പരിശോധന പൂർത്തിയാക്കി. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ഏതാണ്ട് 200-300 ഇടയിൽ കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ പോലീസ് കണ്ടെത്തിയിരുന്നു. അതും ഇപ്പോൾ കൃത്യമായി സുരക്ഷിതമായി തന്നെ വാഹനത്തിൽ പോലീസ് കൊണ്ടുപോയിട്ടുണ്ട്. അത് ഇനി പിന്നീട് അത് നിർവീര്യമാക്കുന്ന നടപടിയിലേക്ക് പോലീസ് കടക്കുകയും ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ എത്ര പേരുണ്ടായിരുന്നു എന്നതാണ്. നേരത്തെ 34 എന്ന കണക്കായിരുന്നു പോലീസ് പറഞ്ഞത്. 4 പേരെ ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല. ആ 4 പേർ ഉൾപ്പെടെ ആകെ 37 പേരാണ് ഈ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നത് എന്നാണ് പോലീസ് പറയുന്നത്. ഇപ്പോൾ ശേഖരിച്ച ഈ അവശിഷ്ടങ്ങളുടെ DNA പരിശോധന അടക്കം ഉടൻ തന്നെ പൂർത്തിയാക്കും. ഒരാഴ്ചക്കകം അത് പൂർണ്ണമായും പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പോലീസ് പറയുന്നത്. ഇനി ഇപ്പോൾ ഈ മേഖല, അതായത് ഏതാണ്ട് 2.5 ഏക്കറോളം വരുന്ന ഈ സ്ഫോടനം നടന്ന മേഖല ഇപ്പോൾ ബാരിക്കേഡ് ഉപയോഗിച്ച് പൂർണ്ണമായും പോലീസിന്റെ നിയന്ത്രണത്തിലേക്ക് മാറ്റാൻ പോവുകയാണ്. അതിനുശേഷം കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അർജുൻ മട്ടന്നൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.